എല്ലാവർക്കും നമസ്കാരം. ആസ്ട്രോ തോട്ട്സ് ബൈ അനിത രഘുനാഥ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. മകയിരം നക്ഷത്ര ജാതരെക്കുറിച്ച് പറയുവാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. 2025 ഉണ്ടായ രാശിമാറ്റം ഈ നക്ഷത്ര ജാതരെ ഏതെല്ലാം രീതിയിൽ ബാധിക്കുന്നു എന്നുകൂടി ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. മകയിരം നക്ഷത്ര ജാതറിൽ ആദ്യത്തെ 2 പാദങ്ങളിൽ ജനിച്ചവർ എടവക്കൂറിലും പിന്നീടുള്ള 3ഉം 4ഉം പാദത്തിൽ ജനിച്ചവർ മിഥുനക്കൂറിലുമായാണ് ജനിക്കുന്നത്. തേങ്ങാ കണ്ണ് പോലെ കാണപ്പെടുന്ന 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകയിരം നക്ഷത്രം. കാര്യനിർവഹണത്തിൽ സമർത്ഥരും പ്രത്യുൽപ്പന്ന മതികളുമാണ് ഈ നക്ഷത്രക്കാർ. പ്രവർത്തന രംഗങ്ങളിൽ ആവേശം പ്രദർശിപ്പിക്കും. ചതുരമായി സംഭാഷണം ചെയ്യും ഇവർ. ഏറ്റെടുക്കുന്ന തൊഴിൽ കാര്യക്ഷമമായി ചെയ്യാൻ ഇവർക്ക് കഴിയുന്നു. സൗന്ദര്യം, ബുദ്ധി, ആത്മാർത്ഥത എന്നിവരുള്ളവരായിരിക്കും ഇവർ. പൊതുവെ ഇവരുടെ കൈപ്പടയും നന്നായിരിക്കും. ജീവിതത്തിലെ പൂർവ്വഭാഗം ക്ലേശകരമായിരിക്കും. പിന്നീട് സ്വപരിശ്രമം കൊണ്ട് ഉന്നത നിലയിലെത്തും. സംഭാഷണ ചാതുര്യം പ്രകടിപ്പിക്കാറുള്ള ഇവർ മുൻകോപികളുമായിരിക്കും. കൂട്ടുകെട്ടുകൾ ചിലപ്പോൾ ഇവരെ ദൂഷ്യങ്ങളിലെത്തിക്കും. പണം ചെലവ് ചെയ്യുന്നതിൽ ഇവർക്ക് മടി കാണിക്കാറില്ല. ആഡംബരഭ്രമവും ഇവർക്ക് കാണും. കൂടുതലും എടവക്കൂറിൽ ജനിക്കുന്ന നക്ഷത്ര ജാതർക്കാണ് ഇങ്ങനെ ഒരു ആഡംബരഭ്രമം. കാരണം ഇവരുടെ രാശാധിപൻ ശുക്രനാണല്ലോ. ചതുരമായി സംസാരിക്കാൻ കഴിവുള്ളവർ മിഥുനക്കൂറിൽപ്പെട്ടവരുമായിരിക്കും. രാശാധിപൻ ബുധനായതിനാലാണ് ഇങ്ങനെയുള്ളൊരു വിശേഷമുള്ളത്. സ്വാർത്ഥോദ്ദേശങ്ങളെ വാക്കു സാമർഥ്യം കൊണ്ട് മൂടി വയ്ക്കാനും ഇവർക്ക് കഴിയും. ഇവർ പൊതുവെ അധ്വാനശീലരും കുടുംബസ്നേഹികളും മാതൃഭക്തരും ഈശ്വരവിശ്വാസികളുമായിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സുന്ദരിമാരും മധുരമായി സംസാരിക്കുന്നവരും ആഡംബരപ്രിയരും ശാസ്ത്ര താല്പര്യമുള്ളവരും സന്താന സുഖമുള്ളവരുമായിരിക്കും. നല്ല വീടിനും വാഹനങ്ങൾക്കും ഇവർ ഉടമകളായി തീരും. പുണർദം, ആയില്യം, പൂരം ഇവ ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങളാണ്. മകയിരം ഇടവക്കൂറിന് മൂലം, പൂരാടം, ഉത്രാടം ആദ്യപാദം എന്നിവയും, മകയിരം മിഥുനക്കൂറിന് ഉത്രാടം അവസാന പാദം, തിരുവോണം, അവിട്ടം എന്നിവയും പ്രതികൂല നക്ഷത്രങ്ങളാണ്. മകയിരത്തിൻ്റെ ദേവത ചന്ദ്രനാണ്. ഓം ചന്ദ്രമസേ നമ എന്ന ചന്ദ്രപ്രീതികരമായ മന്ത്രങ്ങൾ നിത്യജപത്തിന് ഉത്തമമാണ്. നക്ഷത്ര മൃഗം പാമ്പാണ്. വൃക്ഷം കരിങ്ങാലി. ഗണം ദേവഗണമാണ്. സ്ത്രീ യോനിയാണ്. പക്ഷി പുള്ളാണ്. ഭൂതം ഭൂമിയാണ്. മകയിരക്കാർ കുജനെയും കുജൻ്റെ ദേവതകളെയും ഭജിക്കുന്നത് ഉത്തമമാണ്. ചൊവ്വാഴ്ചകൾ മകയിരം, ചിത്തിര, അവിട്ടം നക്ഷത്രങ്ങൾ എന്നിവയിൽ കുജമന്ത്രജപം, സ്തോത്രജപം, സുബ്രഹ്മണ്യ ഭജനം, ഭദ്രകാളി ഭജനം, അതായത് കുജൻ ജാതകത്തിൽ യുഗ്മരാശിയിലാണെങ്കിൽ ഭദ്രകാളി, ഓജരാശിയിലാണെങ്കിൽ സുബ്രഹ്മണ്യൻ എന്നിവ നടത്താവുന്നതാണ്. ചൊവ്വാഴ്ചയും മകയിരവും ചേർന്ന് വരുന്ന ദിവസം വ്രതം, മറ്റ് ദോഷപരിഹാര അനുഷ്ഠാനങ്ങൾ എന്നിവയ്ക്ക് സവിശേഷ പ്രാധാന്യമുണ്ട്. ഈ ദിവസം അങ്കാരക പൂജ നടത്തുന്നതും നന്നായിരിക്കും. ചുവന്ന വസ്ത്രങ്ങൾ ഇവർക്ക് അനുകൂലമാണ്. മകയിരം ഇടവക്കൂറുകാർ ശുക്രനെയും മിഥുനക്കൂറുകാർ ബുധനെയും പ്രീതിപ്പെടുത്തുന്നതും നന്നായിരിക്കും. ഇനി നമുക്കിവരുടെ ദശാകാലം ഒന്ന് നോക്കാം. അതായത് മകയിരം നക്ഷത്ര ജാതരുടെ ദശ തുടങ്ങുന്നത് കുജദശയിൽ നിന്നാണ്. കുജൻ പൊതുവെ 7 വർഷകാലമാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ഇത് ഓരോ മകയിരം നക്ഷത്ര ജാതരും അവർ മകയിരം നക്ഷത്രത്തിൽ ചന്ദ്രൻ എത്ര ചെന്നിട്ടാണോ ജനനം എന്ന് മനസ്സിലാക്കിയിട്ട് വേണം കുജദശ ബാക്കി ശിഷ്ടമായിട്ടുള്ളത് ഇവർ ജീവിതത്തിൽ എത്രത്തോളം അനുഭവിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കുവാൻ. അതായത് ഇവർ എടവക്കൂറിലാണ് ജനനമെങ്കിൽ ഈ 7 വർഷമുള്ളതിൽ കൂടുതലും ഇവർ അനുഭവിക്കേണ്ടി വരും. എന്നാൽ ഇവർ മിഥുന കൂറിലാണ് ജനനമെങ്കിൽ ഇവർ 7 വർഷത്തിൽ പകുതിയോളം മാത്രമേ അനുഭവിക്കേണ്ടി വരികയുള്ളൂ. അത് ഓരോരുത്തരുടെയും ജനിക്കുമ്പോഴുള്ള ആ ഗ്രഹനിലയിലെ ചന്ദ്രൻ്റെ സ്ഥിതി കൊണ്ട് വേണം മനസ്സിലാക്കിയെടുക്കുവാൻ. അപ്പോൾ ഈ കുജദശയിൽ കുജൻ്റെ ജാതകത്തിലെ സ്ഥിതി ഓജരാശിയിലാണോ യുഗ്മരാശിയിലാണോ എന്ന് മനസ്സിലാക്കിയിട്ടും കുജൻ്റെ ഭാവസ്ഥിതി മനസ്സിലാക്കിയിട്ടും വേണം അനിഷ്ടസ്ഥനാണോ അതോ ഇഷ്ടസ്ഥിതിയിലാണോ ഉള്ളതെന്ന് മനസ്സിലാക്കുവാൻ. കുജൻ അനിഷ്ടഭാവങ്ങളിലാണെങ്കിൽ തീർച്ചയായും അവർ വേണ്ട ദോഷപരിഹാരങ്ങൾ ചെയ്തു കൊള്ളണം. ബാലാരിഷ്ട ഒക്കെ അനുഭവിക്കേണ്ട ഒരു സമയമാണ്. കുജൻ്റെ ജാതകത്തിലെ ഓജരാശിസ്ഥിതിയാണെങ്കിൽ സുബ്രഹ്മണ്യനെയാണ് ഭജിക്കേണ്ടത്. ഇനി കുജൻ യുഗ്മരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ദേവീ ഭജനമാണ് ഇവർക്ക് ആവശ്യം.
കുജൻ നല്ല സ്ഥാനത്താണെങ്കിൽ നല്ല ഫലങ്ങൾ കുടുംബത്തിനുണ്ടാകുമെന്നും മനസ്സിലാക്കണം. പിന്നെ ഈ കുജദശ കഴിഞ്ഞ് പിന്നെ ഒരു 18 വർഷകാലം ഇവർ രാഹുദശയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ഈ രാഹുദശയിൽ രാഹുവിൻ്റെ ഭാവസ്ഥിതി മനസ്സിലാക്കിയിട്ട് അനിഷ്ടസ്ഥനാണെങ്കിൽ വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്തു കൊള്ളുക. രാഹു ദശയിൽ നാഗക്ഷേത്രങ്ങൾ വേണം ദർശനം നടത്തേണ്ടതും വഴിപാടുകൾ നടത്തേണ്ടതും എന്ന് മനസ്സിലാക്കുക. പിന്നെ ഒരു 16 വർഷകാലം വ്യാഴദശയാണ്. വ്യാഴദശയിൽ വ്യാഴത്തിൻ്റെയും ഇഷ്ടഭാവസ്ഥിതിയൊക്കെ നോക്കി വ്യാഴത്തിന് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. കാരണം ഇവരുടെ വിവാഹ സമയവും അതുപോലെ തന്നെ ഇവർക്ക് തൊഴിൽ പ്രാപ്തിയൊക്കെ വരേണ്ട ഒരു സമയമാണ്. അപ്പോൾ വ്യാഴത്തിന് ബലമുണ്ടെങ്കിൽ വളരെ സന്തോഷകരമായ ഒരു ജീവിതം തന്നെ ആയിരിക്കും. എന്നാൽ വ്യാഴത്തിന് നീചസ്ഥിതിയോ അതല്ല അനിഷ്ടഭാവസ്ഥിതിയൊക്കെ ആണെങ്കിൽ വേണ്ട പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് അതിന് ഉള്ള ഒരു നിവൃത്തി വരുത്തിക്കൊള്ളണം. വ്യാഴത്തിന് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലാണ് ദർശനം നടത്തേണ്ടതും വഴിപാടുകൾ നടത്തേണ്ടതും. പിന്നെയുള്ള ഒരു 19 വർഷകാലം ശനിദശയാണ്. ഈ ശനിദശയിൽ ശനിയുടെ ജാതകത്തിലെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്യുന്നതും ശാസ്താ ഭജനമൊക്കെ ചെയ്യുന്നതും വളരെ നന്നായിരിക്കും. പിന്നെ ഒരു 17 വർഷകാലം ബുധദശയാണ്. ബുധദശയിലും ബുധന് ഉള്ള ഒരു ജാതകത്തിലെ സ്ഥിതിയൊക്കെ മനസ്സിലാക്കണം. എന്നിട്ട് അവതാരമൂർത്തികളുടെ ക്ഷേത്രങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നതും വഴിപാടുകളൊക്കെ നടത്തുന്നതും നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുമെന്ന് മനസ്സിലാക്കണം. പിന്നീടുള്ളൊരു 7 വർഷക്കാലം കേതുദശയാണ്. കേതുദശയിൽ ഗണപതി പ്രീതിയാണ് വരുത്തേണ്ടത്. പിന്നെ ഒരു 20 വർഷക്കാലം ശുക്രദശയാണ്. ശുക്രനും ദേവീഭജനമൊക്കെ തന്നെയാണ് വേണ്ടത്. ഇത് അപ്പോഴത്തേക്കും അവർക്കൊരു പ്രായമായ സ്ഥിതിയാവുമല്ലോ. സഹസ്രനാമ ജപവും ലളിതാ സഹസ്രനാമ ജപവും ഒക്കെ ഇവർക്ക് വളരെ ഉപകരിക്കുമെന്ന് മനസ്സിലാക്കണം. പിന്നെ ഒരു 6 വർഷകാലം ആദിത്യനും അതിനടുത്ത ഒരു 10 വർഷകാലം ചന്ദ്രദശയുമാണ്. അപ്പോൾ ഈ ഒരു 120 വർഷം വരെയുള്ള ദശായുസാണ്. അതൊന്നും ഒരു മനുഷ്യജന്മത്തിൽ സാധ്യമായി വരികയില്ല ഈ അവസാന ദശകളൊക്കെ കിട്ടുന്നത്. എന്നിരുന്നാലും ദശാകാലം പറയുമ്പോൾ ഈ വിംശോത്തരി ദശയിലുള്ളതും കൂടി ഉൾപ്പെടുത്തി പറയുന്നുവെന്ന് മാത്രം. 2025 ഗ്രഹങ്ങളുടെ രാശിമാറ്റം മകയിരം നക്ഷത്ര ജാതരെ ഏത് രീതിയിൽ ബാധിക്കുന്നുവെന്ന് നോക്കാം. ഇടവക്കൂറിലുള്ള മകയിരം 1ഉം 2ഉം നക്ഷത്ര ജാതർക്ക് 2025 മാർച്ച് അവസാനത്തോടു കൂടി നടന്ന ശനിയുടെ രാശി മാറ്റത്തിൽ ശനി 11ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 11ൽ നിൽക്കുന്ന ശനി നല്ല ഫലങ്ങളാണ് ഇവർക്ക് ചെയ്യേണ്ടത്. സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. ജീവിതം സന്തോഷപ്രദമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. കൃഷി ലാഭകരമാകും, ആദരിക്കപ്പെടും. ഇവയൊക്കെയാണ് ശനിയുടെ ആ ഒരു സ്ഥിതി കൊണ്ട് ഇടവക്കൂറിലെ മകയിരം നക്ഷത്ര ജാതർക്ക് പറയേണ്ടത്. ഇനി മിഥുനക്കൂറിൽപ്പെട്ട മകയിരം 3ഉം 4ഉം പാദം നക്ഷത്ര ജാതർക്ക് ശനിയുടെ സ്ഥിതി അത്ര കണ്ട് ശുഭകരമല്ല. അവർക്ക് 10ൽ നിന്നുകൊണ്ട് ശനി കണ്ടകശനിയായി തീരുകയാണ്. അവർക്ക് അവരുടെ ആ ഒരു കർമ്മരംഗത്തൊക്കെ ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഈ ഒരു ശനി കാണിച്ചു തരുന്നു. 10ലെ ശനിയെ കൊണ്ട് ഹൃദ്രോഗവും വിദ്യ, കീർത്തി, യശസ് ഇവയ്ക്ക് നാശവും കർമ്മഫലാനുഭവങ്ങൾക്ക് കുറവും ഒക്കെയാണ് 10ലെ ശനി കൊണ്ട് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ ശനിദോഷ പരിഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ശനീശ്വരനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് ശാസ്താക്ഷേത്രങ്ങൾ ഭജിക്കുകയാണ് വേണ്ടത്. ശാസ്താക്ഷേത്രങ്ങളിൽ ശനിയാഴ്ച ദിവസം എള്ളുപായസം ഒക്കെ നിവേദിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ശനിയാഴ്ച വ്രതം എടുക്കുകയും നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ശനീശ്വരന് വേണ്ട വഴിപാടുകളൊക്കെ നടത്തുന്നത് ഇങ്ങനെയുള്ള ശനിദോഷം കൊണ്ടുള്ള ഒരു ദോഷങ്ങൾക്ക് ഒരു പരിഹാരമാകും എന്നറിയുക. ശനി ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് 2.5 വർഷകാലമാണ്. അതിനാൽ തന്നെ ഈ ശനിയുടെ ആ ഒരു ഫലാനുഭവത്തിന് വളരെ പ്രാധാന്യമുണ്ട്. 2.5 വർഷകാലം എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ശനിയുടെ ദോഷപരിഹാരം ചെയ്യേണ്ടത് വളരെ ആവശ്യമായി വരുന്നു. ഇനി അറിയേണ്ടത് ഏറ്റവും ശുഭഫലങ്ങൾ നൽകാൻ കഴിവുള്ള സർവേശ്വരകാരകനായ വ്യാഴൻ മകയിരം നക്ഷത്ര ജാതർക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. ഇതിൽ മകയിരം 1ഉം 2ഉം പാദത്തിൽപ്പെട്ട ഇടവക്കൂറിലുള്ള നക്ഷത്ര ജാതർക്ക് വ്യാഴം 2ൽ അനുകൂല ഫലം ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ധനപരമായ പുരോഗതി ഉണ്ടാകും. നല്ല വാക്കുകളാൽ ഏവരെയും സ്വാധീനിക്കാൻ കഴിയും. ആഹാരം സ്വാദിഷ്ടമായി ലഭിക്കും. ജോലിയിൽ ഉയർച്ചയും വിദേശത്തു നിന്നുള്ള ധനലബ്ധിയും പ്രതീക്ഷിക്കാം.
പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആഹാരത്തിനുള്ള അമിതമായ താല്പര്യമാണ്. ഇത് നിയന്ത്രിക്കണം. മകയിരം 3, 4 പാദം നക്ഷത്ര ജാതർ, അതായത് മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതർക്ക് വ്യാഴം ജന്മത്തിലാകുന്നു. ജന്മത്തിലെ വ്യാഴം സ്ഥാനഭ്രംശം ഉണ്ടാക്കുന്നതാണ്. ജോലിക്കാർക്ക് സ്ഥലം മാറ്റം വരും. അത് നാട് വിട്ടും രാജ്യം വിട്ടുമാകാം. ചുരുങ്ങിയത് ഇരിപ്പിടത്തിന് സ്ഥാനമാറ്റമെങ്കിലും സംഭവിക്കും. ഇത് അപ്രതീക്ഷിതമാകാതിരിക്കണമെങ്കിൽ അതിനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തയ്യാറെടുക്കണം. അതായത് വ്യാഴത്തെ പ്രീതിപ്പെടുത്തണമെന്നർത്ഥം. വ്യാഴത്തെ പ്രീതിപ്പെടുത്തുവാൻ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധികളിൽ അഭയം പ്രാപിക്കുകയാണ് വേണ്ടത്. ഓം നമോ നാരായണായ മന്ത്രം ചൊല്ലുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഗുരുവായൂർ പോലെയുള്ള ക്ഷേത്രങ്ങളിൽ ഇവർ ദർശനം നടത്തുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. എന്തെന്നാൽ ഇവർക്ക് ശനിയും അനുകൂലമല്ല. അപ്പോൾ ഈ ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഗുരുവായൂരപ്പനെ ദർശിക്കുന്നത് ഇവരുടെ ഈ 2 ദോഷങ്ങൾക്കും ഒരു പരിഹാരമാണ് എന്നുള്ളതിനാൽ ഇവർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നത് നന്നായി. അപ്പോൾ വ്യാഴത്തെ കൊണ്ടുള്ള ആ തടസ്സഭാവങ്ങളൊക്കെ ഒന്ന് മാറി ശുഭഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യുവാൻ 2 ഗ്രഹങ്ങൾക്കും സാധിക്കും. പിന്നെ അടുത്ത ഒരു രാശിമാറ്റം രാഹുകേതുക്കളുടെ രാശിമാറ്റമാണ് 2025 നടന്നത്. അപ്പോൾ ഇതിനും വളരെ പ്രാധാന്യമുണ്ട്. എന്തെന്നാൽ 1.5 വർഷമാണ് ഈ ഒരു രാഹുകേതുക്കൾ ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ മകയിരം നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം ഇടവക്കൂറിൽപ്പെട്ട മകയിരം നക്ഷത്രജാതർക്ക് അവരുടെ 10ലാണ് രാഹുവിൻ്റെ സ്ഥിതി. കേതു 4ലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവർക്ക് രാഹു 10 നിൽക്കുന്നത് കർമ്മരംഗത്ത് ഗുണകരം തന്നെയാണ്. ചില പുരസ്കാര ലബ്ധിയൊക്കെ ഇവർക്ക് പറയണം. വിദേശ യാത്രാഭാഗ്യം കാണുന്നു. മംഗല്യയോഗം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇവരുടെ ആ വ്യാഴത്തിൻ്റെ സ്ഥിതിയും ഈ രാഹുവിൻ്റെ 10ലെ സ്ഥിതിയുമൊക്കെ കാണിച്ചു തരുന്നത്. എന്നാൽ കേതുവിൻ്റെ 4ലെ സ്ഥിതി അത്ര കണ്ട് ഗുണകരമല്ല. ബന്ധുക്കൾ ശത്രുക്കളെ പോലെ പെരുമാറും. സാമ്പത്തിക നില മെച്ചപ്പെടുമെങ്കിലും അപ്രതീക്ഷിതമായ ചെലവുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ കേതുവിൻ്റെ 4ലെ സ്ഥിതിക്ക് പരിഹാരം ചെയ്യേണ്ടതുണ്ട്. അടിക്കടിയുള്ള യാത്രകളും ഭവനപരമായ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാക്കിയേക്കാം. ഇപ്പോൾ കേതുപ്രീതിക്കായിട്ട് ഇവർ ഗണപതി ഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പക്കൽ നാൾ തോറും ഗണപതി ഹോമമൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. ഇവരുടെ ആ ഒരു വിഘ്നങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരു ഗുണകരമായ അന്തരീക്ഷം ഭവനത്തിൽ ഉണ്ടാക്കുവാൻ അത് സഹായിക്കും. മിഥുനക്കൂറിൽപ്പെട്ട മകയിരം നക്ഷത്ര ജാതർക്ക് അവരുടെ ഭാഗ്യസ്ഥാനത്താണ് രാഹുവിൻ്റെ സ്ഥിതി. കേതു അവർക്ക് 3ലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, സഹോദര സ്ഥാനത്തും. അതുകൊണ്ട് തന്നെ തൊട്ടതെല്ലാം അബദ്ധത്തിൽ കലാശിക്കും. കാരണം അവരുടെ ഭാഗ്യസ്ഥാനത്താണല്ലോ രാഹു. സഹോദരങ്ങൾക്ക് ചില വിഷമാവസ്ഥകളൊക്കെ ഉണ്ടാക്കിയേക്കാം. തെറ്റിദ്ധാരണ മൂലം വിരോധികളായി സഹോദരന്മാർ തീരുവാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. സ്നേഹബന്ധങ്ങൾക്കൊക്കെ മങ്ങലേൽക്കും. പിതാവിനും പിതൃബന്ധുക്കൾക്കുമൊക്കെ ദോഷകാലമാണ്. നിശ്ചയിച്ച വിവാഹം തെറ്റിപ്പോകുവാനുള്ളൊരു സാധ്യതയുള്ളതിനാൽ അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാതനാഡീ രോഗങ്ങൾക്കും സാധ്യത കാണുന്നു. ചുരുക്കത്തിൽ ഇടവക്കൂറിൽപ്പെട്ട മകയിരം നക്ഷത്ര ജാതർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായിട്ട് ലഭിക്കും. അറിവുള്ളതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുവാൻ സാധിച്ചതിൽ ആശ്ചര്യം അനുഭവപ്പെടും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുവാനുള്ള അവസരമുണ്ടാകും. അന്യദേശത്തോ വിദേശത്തോ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരും. പഠിച്ച വിഷയത്തോടനുബന്ധമായ ഉദ്യോഗം ലഭിക്കും. പൂർവിക സ്വത്തിൽ ഗൃഹം നിർമ്മിച്ച് താമസിക്കും. വിവാഹം അന്വേഷിക്കുന്നവർക്ക് വിവാഹ സാധ്യതകൾ ഉണ്ടെന്ന് പറയാം. എന്നാൽ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്ര ജാതർക്ക് പരീക്ഷണങ്ങളുടെ കാലമാണെന്ന് മനസ്സിലാക്കണം. എന്തെന്നാൽ ഇവരുടെ ആ ഒരു ദോഷാനുഭവങ്ങളൊക്കെ കഴിവതും പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്കും നല്ല ഫലങ്ങളൊക്കെ തന്നെ ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. സത്ഫലങ്ങൾ ലഭിക്കുവാൻ വേണ്ടി അവരവരുടെ ജനനഗ്രഹസ്ഥിതിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അവരവരുടെ ജനനഗ്രഹസ്ഥിതിയിലെ ദശാനാഥനെയും അപഹാരനാഥനെയും ഒക്കെ മനസ്സിലാക്കുകയും അവനവൻ്റെ ധർമ്മദൈവങ്ങളെയുമൊക്കെ പ്രീതിപ്പെടുത്തി ജീവിക്കുകയാണെങ്കിൽ സത്ഫലങ്ങൾക്ക് തന്നെയായിരിക്കും മുൻതൂക്കം. മഹാദേവ പ്രീതിയും അത്യാവശ്യം തന്നെയാണ്. എല്ലാവർക്കും സൽഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.